Hi dear students, today we are going to discuss about speculative demand for money. What is speculative demand for money? ഊഹ കച്ചവട ചോദനം എന്ന് പറയും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, what is demand for money? Demand for money means people have a desire to hold money in their hands. ജനങ്ങൾക്ക് അവരുടെ കൈവശം വയ്ക്കാൻ, പണം കൈവശം വയ്ക്കാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പോൾ പീപ്പിൾ ഹോൾഡ് their wealth in the form of, അല്ലെങ്കിൽ people hold their wealth in the form of assets like land, gold, bond, etc. അല്ലേ? ആളുകൾ അവരുടെ പണം കൈവശം വയ്ക്കുന്നത് പല രൂപത്തിലാണ്. ചിലവർ അസറ്റുകളിൽ, ആസ്തികളിലാണ് കൈവശം വയ്ക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ലാൻഡ്, അല്ലെ, ഭൂമിയിൽ അല്ലെങ്കിൽ സ്വർണം വാങ്ങിയിട്ട് ഇങ്ങനെയൊക്കെയാണ് അവരവരെ പണങ്ങൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പണം സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് ഉദ്ദേശിക്കുന്നത് എന്നാണ്, എക്സ്പെക്റ്റിംഗ് എ റൈസ് ഇൻ ദ വാല്യൂ ഓർ പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ. അല്ലേ? നമ്മൾ ആളുകൾ സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ, നല്ലൊരു നിക്ഷേപമായിട്ട് സ്വർണം സൂക്ഷിക്കാനുള്ള കാരണം ഭാവിയിൽ അതിൻ്റെ വില ഉയരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, പണം എന്തിൽ, ഗോൾഡിൽ ഒക്കെ സൂക്ഷിക്കാനുള്ള കാരണം പറയുന്നത്. ദെൻ they hold a portion of their income to purchase these assets. അതുകൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള ഇൻകത്തിൻ്റെ ഒരു ഭാഗം അവരെന്ത് ചെയ്യുന്നു അറിയോ, ഈ ഇതിനു വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് അസറ്റ്സുകൾ, അതായത് ഗോൾഡോ ലാൻഡോ ഇങ്ങനെയുള്ള അസറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നീക്കി വെക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് സ്പെക്യുലേഷൻ. അപ്പോൾ സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി മീൻസ് people hold their income to purchase assets expecting that this price will, അല്ലെങ്കിൽ this assets price will rise near future. അല്ലേ? എന്താണ്, ഭാവിയിൽ വില ഉയരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ആളുകൾ ഈ സാധനങ്ങൾ, ഈ വസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്പെക്യുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഗോൾഡ് വില കുറയുമ്പോൾ ഈ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും വില കൂടുമ്പോൾ അത് എടുത്ത് വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് സ്പെക്യുലേഷൻ എന്ന് പറയുന്നത്. അല്ലേ? ആളുകൾ എന്ത് ചെയ്യും, 20,000 രൂപ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ 10,000 രൂപയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തു, സ്വർണം വാങ്ങിയിട്ട് സൂക്ഷിച്ചു. ദെൻ ഇപ്പോൾ വില നല്ല കൂടിയില്ലേ, വില കൂടിയപ്പോൾ എന്ത് ചെയ്യുന്നു, അതെടുത്ത് വിൽക്കുക. അതിനെയാണ് സ്പെക്യുലേഷൻ അല്ലെങ്കിൽ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾ ഫോം ഓഫ് ഗുഡ്സ് ലൈക്ക്, അല്ലെങ്കിൽ ഓൾ ഫോംസ് ഓഫ് ഗുഡ്സ് അതർ ദാൻ മണി, ദാറ്റ് ഈസ് ലാൻഡ്, ബുള്ളിയൻ, സ്റ്റോക്ക്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, ഇതിനെയെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് എന്ത് വിളിക്കാം, ബോണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ സ്വർണ്ണമാണെങ്കിലും ലാൻഡ് ആണെങ്കിലും ഇതിനെയെല്ലാം നമ്മൾ ഒറ്റ പേരിട്ട് വിളിക്കുകയാണ്, ദാറ്റ് ഈസ് ബോണ്ട് എന്ന് വിളിക്കാം. ഇനി ബോണ്ടും സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്ത് പറയാം, അപ്പോൾ ബോണ്ട്സ് ആർ പ്രോമിസറി നോട്ട്സ് എന്ന് പറയുന്നത്. ബോണ്ട്സ് എന്ന് പറയുന്നത് അതായത് അതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ബോണ്ടുകൾ ഇറ്റ്സ് എ പ്രോമിസറി നോട്ട്സ് ആണ്. അതായത് ആ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, എത്രയാണോ അതിലുള്ള എമൗണ്ട് അത് തിരിച്ച് ലഭിക്കും. അല്ലേ? നമ്മളിപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു പണം എന്താ പറയുക ബാങ്കിൽ സൂക്ഷിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് വി ഗോട്ട് എ ബോണ്ട്, നമുക്ക് അവരെന്ത് ചെയ്യും, ഒരു ബോണ്ട് തരും, ഒരു പേപ്പറാണ് തരിക. ആ പേപ്പറിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, അതിൽ ആ ബോണ്ടിൽ എത്രയാണോ എമൗണ്ട്, ഇപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് 1,00,000 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മെച്യൂരിറ്റി വാല്യൂ കഴിയുമ്പോൾ എത്ര രൂപ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ 75,000 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഒരു 81,000 സംതിങ് രൂപ നമുക്ക് ലഭിക്കും. അപ്പോൾ അത് ആ ബോണ്ടിൽ എഴുതിയിട്ടുണ്ടാകും. മെച്യൂരിറ്റി വാല്യൂ ഒരു വർഷം കഴിഞ്ഞിട്ടാണ്, ഈ ഡിസംബറിലാണ്, ഡിസംബറിൽ എഴുതിയിട്ടുണ്ടാകും. എന്നിട്ട് അവിടെ എന്തുണ്ടാവും, ഇത്ര വാല്യൂ. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് ഈ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, മെച്യൂരിറ്റി വാല്യൂ ആയി കഴിഞ്ഞാൽ, അതിൻ്റെ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ഗോട്ട് മണി. അതാണ് പ്രോമിസറി നോട്ട്സ് എന്ന് പറയാനുള്ള കാരണം. അതൊരു ഉറപ്പാണ്. അതിനെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണ്ടിലാണ് ആളുകൾ പണം സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെയാണ്, അതിനു വേണ്ടിയിട്ട് അത് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കാൻ വേണ്ടി ജനങ്ങൾ പണം കൈവശം വെക്കുന്നതിനെയാണ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ സ്പെക്യുലേറ്റീവ്. ഇനി വാട്ട്
ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് ദ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും എങ്ങനെയുള്ള ബന്ധമാണ്? ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് ദി റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഒരേ വിപരീത ബന്ധമാണുള്ളത്. അതായത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ, ഒരു റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലിശ കൂടുമ്പോൾ ജനങ്ങൾ വിചാരിക്കുകയാണ് ഇറ്റ് വിൽ റെഡ്യൂസ് നിയർ ഫ്യൂച്ചർ. അവരെന്താണ് വിചാരിക്കുന്നത്? പലിശ നിരക്ക് കൂടുമ്പോൾ അതിൻ്റെ വില കുറയും, അല്ലെങ്കിൽ പലിശ കുറയും എന്ന ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ പലിശ നിരക്ക് കുറയുമെന്നും അതുപോലെ തന്നെ ബോണ്ടിൻ്റെ വില ഉയരും, ബോണ്ടിൻ്റെ വില അതുകൊണ്ട് ഭാവിയിൽ ബോണ്ടിൻ്റെ വില കൂടും എന്നുള്ള പ്രതീക്ഷയിൽ ആളുകൾ എന്ത് ചെയ്യും? ദേ കൺവേർട്ട് ദെയർ മണി ഇൻ ടു ബോണ്ട്സ്. ആളുകൾ എന്ത് ചെയ്യും? ഒരുപാട് എന്ത് ചെയ്യുന്നതാണ്? പണം ബോണ്ടിൽ സൂക്ഷിക്കുന്നു. ഒരുപാട് പണം ബോണ്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറയ്ക്കുകയാണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. എന്താണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ? ആളുകൾ ഈ ഊഹക്കച്ചവടം ചെയ്യാൻ വേണ്ടി പണം കൈവശം വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ബട്ട് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹൈ, പീപ്പിൾ തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ റെഡ്യൂസ് നിയർ ഫ്യൂച്ചർ, അല്ലേ? അത് കുറയും, ഭാവിയിൽ കുറയും. അതുകൊണ്ട് അവർക്ക് എന്താ പറയുക, ബോണ്ടിൻ്റെ വില കൂടും. അപ്പോൾ അവർക്ക് ലാഭം ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് അവർ സ്പെക്കുലേറ്റീവ് പർപ്പസിനെടുത്ത പണം ബോണ്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നു. അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറയുകയാണ് ഉണ്ടാകുന്നത്. സോ ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, നേരെ തിരിച്ച് സംഭവിക്കാം, അല്ലേ? ഓൺ ദി കോൺട്രവേഴ്സി എങ്ങനെയാണ്? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ലോ, എന്താണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പലിശ നിരക്ക് കുറവാണ് എങ്കിൽ പീപ്പിൾ തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ റൈസ് നിയർ ഫ്യൂച്ചർ. അത് ഭാവിയിൽ അത് കൂടും. ഇപ്പോൾ പലിശ നിരക്ക് കുറഞ്ഞോട്ടെ, പക്ഷെ അത് കൂടും എന്ന് കരുതി കഴിഞ്ഞിട്ട് അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ വില കൂടും. അങ്ങനെ ബോണ്ടിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ മേക്ക് ലോസ്, അവർക്ക് നഷ്ടം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് പീപ്പിൾ കൺവേർട്ട് ബോണ്ട് ഇൻ ടു ക്യാഷ്. അവരെന്ത് ചെയ്യും? ബോണ്ടിൽ നിക്ഷേപിച്ചത് ക്യാഷ് ആക്കിയിട്ട് സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ കൈവശം സൂക്ഷിക്കുന്നു. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. This is a speculative demand for money. This is a rate of interest. Speculative demand for money is measured on the x-axis. This is rate of interest. This curve is the speculative demand for money. There is an inverse relationship between rate of interest and speculative demand for money. Speculative demand for money and rate of interest തമ്മിൽ വിപരീത ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കർവാണ് ഉള്ളത്. എന്നാൽ when the rate of interest is become low, people think that it will rise near future. അവർ ചിന്തിച്ചത് എന്താണ്? വില, അതായത് പലിശ ഭാവിയിൽ കൂടും. അങ്ങനെ പലിശ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ബോണ്ടിൻ്റെ വില എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആളുകൾ പണം ഇങ്ങനെ കൈവശപ്പെടുത്താൻ, അതായത് എല്ലാവരും പണം കൈവശം വെക്കാൻ തുടങ്ങി, സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി കൈവശം വെക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു അനന്തമായി പോകുന്നൊരവസ്ഥ കാണുന്നതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് ഈസ് എ സിറ്റുവേഷൻ when the speculative demand for money is perfectly elastic ആകുന്ന, അതായത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് വെരി ലോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്ന സമയത്ത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അനന്തമാകുന്ന, അതായത് ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി ട്രാപ്പ്. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് വരയ്ക്കുക. എങ്ങനെയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ലിക്വിഡിറ്റി ട്രാപ്പ് വരയ്ക്കുക? ഇവിടെ നിന്ന് ഇങ്ങനെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇവിടെ ആർ മാക്സിമം, ദിസ് ഇസ് ആർ മിനിമം.
R means rate of interest. Rate of interest മാക്സിമത്തിലെത്തുമ്പോൾ speculative demand for money is 0. Speculative demand for money is 0. എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുന്ന സമയത്ത് ആളുകൾ വിചാരിക്കുന്നത് അത് കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബോണ്ടിൻ്റെ വില ഉയരും അല്ലേ? ബോണ്ടിൻ്റെ വില ഉയർന്നു കഴിഞ്ഞാൽ അവർക്ക് ലാഭകരമാണ്, ബോണ്ടിൽ സൂക്ഷിക്കുന്നതാണ് ലാഭകരം എന്ന് കരുതിയിട്ട് ആരും സ്പെക്യുലേറ്റീവ് പർപ്പസിന് വേണ്ടി പണം കൈവശം വെക്കാതെ എല്ലാവരും കൊണ്ടുപോയിട്ട് ആ ബാങ്കിൽ ബോണ്ടിൽ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0 ആകുന്നു. ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ആരും തന്നെ സ്പെക്യുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് പണം കൈവശം വെക്കാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ when the rate of interest is become low and it will leads to the minimum rate. സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വളരെ കുറവാണ്, അതായത് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വളരെ കൂടുതലായിട്ട് പോവുകയാണ്. ഇപ്പോൾ when the rate of interest is low അല്ലേ, പലിശ നിരക്ക് വളരെ കുറവാകുന്ന സമയത്ത് ആളുകൾ വിചാരിക്കുന്നത് ഇനിയും ഇത് കുറയും, ഇനിയും ഇത് കുറയുമെന്ന പ്രതീക്ഷ. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ബോണ്ടിൻ്റെ വില കുറയും അല്ലേ? ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ ഇപ്പോൾ വില കുറഞ്ഞിട്ടല്ല, പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്, ഇനിയും കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോണ്ടിൻ്റെ വില കുറയും. ആ ഒരു പ്രതീക്ഷയിൽ അവരെന്ത് ചെയ്യും? ബോണ്ടൊക്കെ കൊണ്ടുപോയിട്ട് ക്യാഷ് ആക്കിയിട്ട് അവരുടെ കൈവശം സൂക്ഷിക്കുന്നു. അങ്ങനെ സ്പെക്യുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പണം കൈവശം സൂക്ഷിക്കുന്നത് കൊണ്ട് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇങ്ങനെ കൂടുന്നു അല്ലേ? എന്നാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ 2% ആണെങ്കിൽ അത് മാറ്റമില്ല, പക്ഷേ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് മിനിമം, ദ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലേ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എന്താണ്? ഒരു പാരലൽ ടു എക്സ് ആക്സിസ് ആണ് അല്ലേ? ഈ ഒരു ഏരിയ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? അങ്ങനെയാണല്ലേ അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പോർഷനാണ് കാണിക്കുന്നത് എന്നർത്ഥം. ഇതാണ് എന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ളത്. ഇതിനെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ശരിക്കും ജനങ്ങൾ ഒരു കെണിയിൽ അകപ്പെട്ടതാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴുന്നില്ല, പക്ഷേ ആളുകൾ വിചാരിച്ചത് എന്താണ്? ഇനിയും പലിശ നിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോണ്ടിൽ സൂക്ഷിച്ചാൽ നഷ്ടമാകുമെന്ന് കരുതിയിട്ട് പീപ്പിൾ ഹോൾഡ് മോർ മണി ഇൻ ദയർ ഹാൻഡ്സ് ഫോർ സ്പെക്യുലേറ്റീവ് പർപ്പസസ്. സോ സ്പെക്യുലേറ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് ഇറ്റ് വിൽ ലീഡ്സ് ടു ദി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ ഇലാസ്റ്റിക് പോർഷനെയാണ് ദ്രവ്യത്തെ കെണി അല്ലെങ്കിൽ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി, ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്താണ്? ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു കെയ്ൻസ് ഡിമാൻഡ് ഫോർ മണി ഈസ് ബൈ ആഡിങ് ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ് ആൻഡ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസാക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് പണം ആളുകൾ കൈവശം വയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രിക്കോഷണറി പർപ്പസസിന് വേണ്ടിയിട്ടും ദെൻ ഇപ്പോൾ പറഞ്ഞ സ്പെക്യുലേറ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ടും ജനങ്ങൾ പണം കൈവശം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു ഈ 3 പർപ്പസിനും വേണ്ടിയിട്ടും. അത് സിമ്പിളായിട്ട് നമ്മൾ ഈ ട്രാൻസാക്ഷൻ പർപ്പസും എന്താ പറയുക പ്രിക്കോഷണറി പർപ്പസും ഒന്നായിട്ടാണ് നമ്മൾ എഴുതാറ്. എന്നാൽ സ്പെക്യുലേറ്റീവ് പർപ്പസ് വ്യത്യാസമാണ്. മറ്റത് രണ്ടും ഇൻകത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഇൻകം കൂടുമ്പോൾ ട്രാൻസാക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ പണം കൈവശം വയ്ക്കുന്നത് കൂടുന്നു, പ്രിക്കോഷന് വേണ്ടിയിട്ടുള്ളതും കൂടുന്നു. എന്നാൽ ഇത് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി എന്താണ്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുമ്പോൾ അല്ലേ MD ഡിമാൻഡ് ഫോർ മണി, MD is equal to എന്താ പറയുക? MD is equal to MDT plus MDS. MDT plus MDS ഇതാണ് അല്ലേ? ഇതാണ് എന്ത് പറയുന്നത്? ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി അക്കോർഡിംഗ് ടു കെയ്ൻസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.